രാവിലെ കുറച്ച് അധികം തുണിയുണ്ട്. എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ തുണിയാണെങ്കിൽ കൂടുതൽ. അതെല്ലാം വിരിച്ചിട്ടിട്ട് നേരെ നമ്മുടെ പെരമണ്ടയ്ക്ക് കുറച്ച് മുളകൊക്കെ ഉണ്ട്, അതിനൊരു കമ്പൊക്കെ കുത്തിയിട്ട് നേരെ താഴോട്ട് വന്ന് പെരയ്ക്കൊക്കെ തൂത്ത് വരണമായിരുന്നു. അമ്മ ഇന്ന് ജോലിക്ക് പോയത് കൊണ്ട് തന്നെ കുഞ്ഞിപ്പെണ്ണ് വന്നില്ല. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനെ വരത്തുള്ളൂ. പിന്നെ നമ്മുടെ സ്റ്റെയർ കയറുന്നിടത്ത് ചെടി ഉണ്ടായിരുന്നു, അതിനും വെള്ളം ഒഴിച്ചിട്ട് നേരെ താഴെ വന്ന് പെരയ്ക്കെല്ലാം തൂത്ത് വാരി തുടച്ചിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നല്ലതാണ്ട് പിന്നെയും മഴ പെയ്യുന്നത്. പിന്നെ ഓടി അങ്ങനെ പെരമണ്ടയ്ക്ക് നിന്നപ്പോൾ ചെറിയ വെയിലും ഉണ്ട് മഴയും ഉണ്ട്. അപ്പോൾ തോന്നുന്ന തുണിയല്ലേ, അപ്പോൾ ഞാൻ എല്ലാം ഇനി പെറുക്കി എടുത്തു. അതെല്ലാം പെറുക്കി ചെവരിന് സൈഡിലോട്ട് വിരിച്ചിട്ട് താഴെ വന്ന് നേരെ ചോറ് തിളപ്പിച്ചൂറ്റാനായിട്ട് വെച്ചു. എന്നിട്ട് സ്ലാവെല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ചിട്ട് ചോറെല്ലാം തിളപ്പിച്ചൂറ്റി കഴിഞ്ഞ് നേരെ തക്കാളി ചോറ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ തക്കാളിയും ഉള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയൊക്കെ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ തക്കാളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് തിളപ്പിച്ച് ഊറ്റിയത് അടച്ചിടാനായിട്ട് ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ചോറെല്ലാം കോരി മാറ്റി ആ പാത്രത്തിനകത്തോട്ട് വെച്ചു. ചോറ് കോരിക്കൊണ്ടിരുന്നപ്പോൾ അതേ പിന്നെയും നല്ല വെയിൽ. അങ്ങനെ പിന്നെയും പെരമണ്ടയ്ക്ക് ആ തുണിയെല്ലാം വാരിക്കൊണ്ട് കയറി അതെല്ലാം നേരെ വിരിച്ചിട്ടിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിൻ്റെ എൻ്റെയും മാത്രം തുണിയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അതെല്ലാം വിരിച്ചിട്ടു. അങ്ങനെ പിന്നെ ഇതുവരെ മഴയൊന്നും പെയ്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ഇത്. അത് കഴിഞ്ഞ് നേരെ പെരമണ്ടയ്ക്ക് നിന്നപ്പോൾ അതേ ആരാണ്ട് ഇങ്ങനെ നടന്ന് ബെല്ലടിക്കുന്നത്. അപ്പോൾ ചേച്ചി വന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ നടന്ന് ബെല്ലടിക്കത്തുള്ളൂ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ചേച്ചിയും ചേട്ടനും കുഞ്ഞിപ്പെണ്ണും ആണേ വന്നത്. തക്കാളി ചോറ് ഉണ്ടാക്കാനുള്ള നെയ്യും പിന്നെ അതിൻ്റെ കൂടെയുള്ള പപ്പടമൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നലെ വരാൽ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അതെല്ലാം മേടിച്ചവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ അടുക്കളയിലോട്ട് അങ്ങ് പോയി. അപ്പം ഞാനും ചേച്ചിയും കൂടെ നേരെ അടുക്കളയിലോട്ട് പോയി. കുഞ്ഞിപ്പെണ്ണ് ഈ വീഡിയോയുടെ മുന്നേ വന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തക്കാളിച്ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. മല്ലിയിലയൊക്കെ ഇട്ട് പിന്നെ ഉള്ളിയും തൈരും എല്ലാം ഇട്ട് പിന്നെ ചേച്ചി അതിൻ്റെ കൂടെ മുട്ടയും വറക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേനും അമ്മ വന്നപ്പോഴത്തേനും ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനിരുന്നു. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിന് കൊടുത്തു. കുഞ്ഞിപ്പെണ്ണിന് ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വേണം. ബൈ ബൈ.